സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനൊരു ജോർജിയൻ യാത്രയിലാണ്. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഞാൻ ജോർജിയയിലുണ്ട്. അപ്പോൾ ജോർജിയയിലെ തിബ്ലിസിയിലെ കുറേ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഞാൻ ഈ പറയുന്ന നിങ്ങളെ കാണിക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ ഒരു ഡോക്യുമെൻ്ററി സ്റ്റൈലിലുള്ള വീഡിയോസാണ്, അല്ലാതെ ഒരു വ്ളോഗിങ് സ്റ്റൈലല്ല. ഞാൻ കൂടുതലായിട്ടും നേച്ചർ കാണിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഇതിപ്പോൾ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് കാണുന്ന തിബിലിസിയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. തിബിലിസി എന്ന് പറയുന്നത് ഒരു താഴ്വാരത്താണ് സ്ഥിതി ചെയ്യുന്നത്. മലകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരമാണ്. അബിലാബാരി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ആ സ്ക്വയറും അതിനോട് ചേർന്നുള്ള മെട്രോ സ്റ്റേഷനും. വളരെ ശാന്തമായി പോകുന്ന, അധികം തിരക്കും കാര്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു നല്ല ഭംഗിയുള്ള ഒരു നഗരം. പൂത്തുലഞ്ഞു നിൽക്കുന്ന മരങ്ങൾ കാണാൻ വളരെ ഭംഗിയാണ്. ഇത്തരത്തിലുള്ള മരങ്ങൾ ജോർജിയയിൽ പല ഭാഗങ്ങളിലും നിബിഡമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. സമ്മറിൻ്റെ ഒരു വരവാണിപ്പോൾ. വിൻ്ററൊക്കെ കഴിഞ്ഞ് മരങ്ങൾ വളരെ ഭംഗിയായിട്ട് അതിന് ഇല കിളിർത്ത് പച്ചപ്പോട് കൂടി നിൽക്കുന്നു. ഇവിടുത്തെ ഉദ്യാനങ്ങൾ കാണാൻ സത്യത്തിൽ വളരെ ഗംഭീരമാണ്, മനോഹരമാണ്. യാതൊരു വിധമായ അഴുക്കോ ഒന്നുമില്ലാതെ തന്നെ വളരെ വൃത്തിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഉദ്യാനം. അതിന് നമ്മൾ ശരിക്കും ഇവിടുത്തെ നാട്ടുകാരെയും ഗവൺമെൻറ്റിനെയൊക്കെ അഭിനന്ദിച്ചേ മതിയാവും. അത്ര നന്നായിട്ടാണ് അവരത് ഒരുക്കി വച്ചിരിക്കുന്നത്. നമ്മളുടെ പരിസരം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ ആൾക്കാർക്കുമുണ്ട്. നമ്മൾ കൂടി വിചാരിച്ചാലേ നമുക്കിതൊക്കെ ഇത്തരത്തിൽ വൃത്തിയായി വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാം നല്ല വെട്ടി വൃത്തിയാക്കി പ്രത്യേകം കളറൊക്കെയുള്ള പ്രത്യേകം തരം മരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് വളരെ നല്ല ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. തണുപ്പുണ്ട്. കാലാവസ്ഥ ഇങ്ങനെ പെട്ടെന്ന് മാറിയും മറിഞ്ഞും വരുന്ന കാലാവസ്ഥയാണ്. ഇപ്പോൾ വെയിലാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വെയിൽ മാറിയിട്ട് ചിലപ്പോൾ മഴ വരും. ഇത് കണ്ടില്ലേ, ഇതൊക്കെ കാണാൻ എത്ര രസമാണ് നോക്കി. ഞാനൊരു നേച്ചർ ലവർ ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഈ പ്രകൃതി ഭംഗി നിങ്ങളെ കാണിച്ചു തരാനാണ് ആഗ്രഹിക്കുന്നത്. റോഡോ അല്ലെങ്കിൽ ഇതിലേക്കൂടെ കൂടുന്ന ആ വാഹനങ്ങളോ പബ്ലിക്കിനെ ഒന്നും ഒരു പക്ഷേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കത്തില്ല. ഇത് കണ്ടില്ലേ, എത്ര മനോഹരമാണ്, എത്ര ഭംഗിയുണ്ട് ഈ കാഴ്ചകളൊക്കെ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ കുറേ ഈ നഗരത്തിൽ ചുറ്റി നടന്ന് കാണുന്ന കുറേ മോണിമെൻറ്റ്സ് അതുപോലെ തന്നെ ചരിത്ര സ്മാരകങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ കാഴ്ചകൾ പിന്നാലെ വരുന്നുണ്ട്. മഞ്ഞുകാലം കഴിഞ്ഞിട്ട് മരങ്ങളൊക്കെ ഒന്ന് ഉഷാറായി പൂത്ത് ഇലകളൊക്കെ കിളിർത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എൻ്റെ ഈ ഫ്ലാറ്റിന് താഴെ, അതായത് ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിന് താഴെയുള്ള ആ ഒരു ഉദ്യാനം, പൂന്തോട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചർച്ചാണിത്. ഈ ചർച്ചിന് മുന്നിൽ ഒരു കുരിശ് രൂപമുണ്ട്. അതിൻ്റെ മുന്നിൽ അതായത് വിശ്വാസികൾ കൊണ്ടുവന്ന് വച്ചേക്കുന്ന പൂക്കളും മറ്റുമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വളരെ നല്ലൊരു അന്തരീക്ഷം. ആരാധനാലയങ്ങളൊക്കെ തന്നെ സമാധാനത്തിൻ്റെ ചിഹ്നങ്ങളാണല്ലോ. നമ്മളവിടെ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഒരു ശാന്തത ലഭിക്കും. അത് ഏത് ആരാധനാലയത്തിനടുത്ത് നിന്നാലും. പെട്ടെന്ന് തന്നെ കണ്ടില്ലേ, കാലാവസ്ഥ മാറിയിട്ട് മഴ ഒന്ന് പെയ്തു തോർന്നു. ഇതൊരു ചത്തുരമാണ്. അവിടെ ഇരിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ടെങ്കിലും ആരും അവിടെ ഇരുന്ന് കാണുന്നില്ല. പിന്നെ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മഴയത്താരും കുട ചൂടി നടക്കുന്നില്ല എന്നുള്ള, ആരും ഒരു കുട കൊണ്ട് നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇതൊരു ബസ് സ്റ്റേഷനാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ചെറിയ ബസ്സുകളാണ്. കാര്യം ഇവിടുത്തെ വഴികളൊക്കെ വളരെ ഇടുങ്ങിയതും ചെറുതുമായതുകൊണ്ട് വലിയ ബസ്സുകൾ ഓടിക്കാൻ വലിയ റോഡിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ യാത്രക്കാർ വന്നിറങ്ങുന്ന ഒരു കാഴ്ചയാണ്. ഇതിനടിയിൽ, ഈ മരത്തിനടിയിലൂടെ കാണുന്ന, ഇവിടെ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഡ്രൈവേഴ്സ് ഉണ്ട്. ഇവിടെ ടാക്സി സ്റ്റാൻഡാണ്. അപ്പോൾ ആ ടാക്സി സ്റ്റാൻഡിൽ വന്ന് നിൽക്കുന്ന ഡ്രൈവർമാരാണ് അവിടെ എപ്പോഴും ഉണ്ടാകുന്നത്. നൂൽമഴ, അതായത് മഴ കാണാൻ എപ്പോഴും വളരെ നല്ലതാണ്. ആർത്തലച്ച് പെയ്യുന്ന മഴ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ഇല്ല. വളരെ ശാന്തമായി പെയ്യുന്ന മഴയാണ്. വലിയ വെള്ളക്കെട്ടും കാര്യങ്ങളും ഒന്നും പെട്ടെന്ന് ഉണ്ടാകാറില്ല. രാത്രി വെളിച്ചത്തിൽ ഈ മഴ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. രാത്രിയിലത്തെ ആ സീൻ സോ ബ്യൂട്ടിഫുൾ. നിങ്ങൾ കണ്ടില്ലേ, എത്ര മനോഹരമാണ് ആ മഴയിൽ കുളിച്ച് നിൽക്കുന്ന ആ നഗരം കാണാനായിട്ട്. അങ്ങനെ ഇതൊക്കെ കണ്ട് കുറേ നേരം ഞാൻ ആസ്വദിച്ചപ്പോഴത്തേക്കിന് സമയം കുറേ ആയി, ഉറങ്ങാനുള്ള സമയമായി. ഇനി നാളെ രാവിലെ കാണുന്ന കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ഉറങ്ങാൻ പോവുകയാണ്. ഉറങ്ങിയതിന് ശേഷം രാവിലെ നമുക്ക് കാണാം. ഇന്നൊരു ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച. ഓക്കെ.
തലേദിവസത്തെ യാത്രയുടെ ക്ഷീണവും ഉറങ്ങാൻ വൈകിയതുമൊക്കെ കാരണം എഴുന്നേക്കാനും അല്പം വൈകി. രാവിലെ 9 മണിയോടുകൂടിയാണ് ഉറക്കം എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നോക്കി. അപ്പോൾ നമ്മൾ തലേദിവസം കണ്ട ചർച്ചിൻ്റെ പാർശ്വഭാഗങ്ങളിൽ അത്യാവശ്യം ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഈ ഞായറാഴ്ചയിൽ സാധാരണയായി പള്ളിയിൽ പ്രാർത്ഥനകൾക്ക് വരുന്നവരായിരിക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എന്നാൽ പതിവിന് വിപരീതമായി അത് കുറച്ചധികം ആൾക്കാരുടെ ഒരു നല്ല തിരക്ക് കാണുന്നുണ്ട്. അവിടെയൊക്കെയായിട്ട് നല്ല പച്ചപ്പുള്ള ചെറിയ പൂക്കളും കുഞ്ഞു ചെടികളും ബാസ്ക്കറ്റിൽ വെച്ചിട്ട് വിൽക്കുന്നുണ്ട്. അതൊക്കെ ആൾക്കാർ വാങ്ങി പള്ളിക്കകത്തേക്ക് പോകുന്നുണ്ട്. അതൊരു പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എന്നാൽ പാർക്കിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ സാധാരണയിലധികം ജനങ്ങൾ, ഒരുപാട് പേര് പുതുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് വളരെ ഭംഗിയിൽ ഒരുങ്ങി ചമഞ്ഞ് വരുന്ന ജോർജിയൻ ജനത അവിടെ ആ പാർക്കിൻ്റെ പാർശ്വഭാഗങ്ങളിലൊക്കെയും ചെടികളും പൂക്കളും വെച്ച് വിൽക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു കൗതുകത്തോടെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് പാം സൺഡേ ആണ്. നമ്മുടെ നാട്ടിൽ ആഘോഷിക്കുന്ന ഓശാന പെരുന്നാൾ അല്ലെങ്കിൽ കുരുത്തോല പെരുന്നാൾ എന്നൊക്കെ നമ്മൾ പറയും. യേശുക്രിസ്തുവിൻ്റെ ജെറുസലേം പ്രവേശനത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓശാന ഞായർ അഥവാ പാം സൺഡേ എന്ന് പറയുന്നത്. അതിവിടെയും ആഘോഷിക്കപ്പെടുകയാണ്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും കുരുത്തോല പ്രദക്ഷിണവും ഒക്കെ നാട്ടിൽ നടക്കുമ്പോൾ ഇവിടെ നമ്മൾ ഈന്തപ്പനയോലയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് അവരിവിടെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ചെറി പഴത്തിൻ്റെ ചെറിയ ശാഖകൾ, ബോക്സ് വുഡിൻ്റെ ബ്രാഞ്ചുകൾ, ഇതൊക്കെയാണ് അവർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് പ്രായമുള്ള അമ്മമാർ വന്ന് ഇത് വാങ്ങുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ ജോർജിയൻ ജനതയിൽ നമുക്ക് വഴിയിൽ കാണുന്നത് അല്ലെങ്കിൽ പുറത്ത് കാണുന്നതിൽ ഒരുപാട് വൃദ്ധരായ ജനങ്ങളുണ്ട്. വളരെ ചുറുചുറുക്കോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന ആൾക്കാർ. അത് മാത്രമല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല റെസ്റ്റോറൻറ്റുകളിലും അതുപോലെ തന്നെ പുറത്ത് കഫേകളിലുമൊക്കെ ജോലി ചെയ്യുന്നവർ 60-ലധികം മേലെ പ്രായമുള്ള അമ്മമാരാണ്. വളരെ ആരോഗ്യത്തോടെ, അതായത് ആവേശത്തോടു കൂടിയാണ് അവർ ജോലി ചെയ്യുന്നത്. ഡ്രൈവർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പൂപ്പന്മാരായ ഡ്രൈവർമാർ. അപ്പോൾ ഇന്ന് ഈ അബുലാബാരി സ്ക്വയർ നല്ല ജനനിബിഡമായിട്ടുണ്ട്. കച്ചവടക്കാർക്കും നല്ല ഒരു കച്ചവടം ലഭിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരിവിടെ നിന്ന് വാങ്ങുന്ന ഈ ബ്രാഞ്ചസ്, ഈ ചെടികളൊക്കെ പള്ളിയിലെ പ്രാർത്ഥനകൾക്ക് ശേഷം, ശുശ്രൂഷകൾക്ക് ശേഷം ഇതവർ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇത് കണ്ടില്ലേ, നമ്മളിങ്ങനെ വാങ്ങിച്ച് ഒരു പള്ളിയിൽ കയറിയിട്ട് എല്ലാവരും ഇങ്ങനെ തുടങ്ങി നല്ല വലിയ തിരക്കാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥിച്ച് ശുശ്രൂഷിച്ച് കൊണ്ടുപോകുന്ന ഈ ബ്രാഞ്ചസ്, ചെടികളൊക്കെ ഇവർ അടുത്ത പാം സൺഡേ വരെ വീട്ടിൽ സൂക്ഷിക്കുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഞാനിങ്ങനെ അവിടെ 1-2 പേരോടൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആൻസറാണത്. ഇത് കൊണ്ടുപോയി പ്രത്യേകമായിട്ട് വീട്ടിൽ അലങ്കരിച്ച് മറ്റ് വസ്തുക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് വയ്ക്കും. അങ്ങനെ ഇന്നത്തെ ദിവസം അവരിങ്ങനെ ആഘോഷിക്കും. അപ്പോൾ ഈ പൂക്കളും ഇവിടുത്തെ ജനങ്ങളും അവരുടെ ഒരു കളർഫുള്ളായ ഡ്രസ്സും ഇതെല്ലാം കൂടെ ചേർന്ന് കണ്ണിന് തരുന്ന ഒരു കാഴ്ച, അത് വല്ലാത്ത ഒരു അനുഭവമായിരുന്നു. അതേറെ നേരം ഞാനിവിടെ നോക്കി നിൽക്കുകയും ക്യാമറ കൊണ്ട് ഇതെല്ലാം ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം ഞാനിവിടെ ചെലവഴിച്ചു. അങ്ങനെ ജോർജിയയുടെ ഓശാന ഞായറാഴ്ചയും അവരുടെ ആഘോഷങ്ങളുമൊക്കെ കണ്ട് ഞങ്ങൾ അടുത്തതായിട്ട് പോയത് മദർ ഓഫ് ജോർജിയ കാണാനായിട്ടാണ്. മദർ ഓഫ് ജോർജിയ ഇരിക്കുന്നത് തിബിലിസിയുടെ ഒരു കുന്നിൻ പുറത്താണ്. ആ കുന്നിൻ മുകളിലാണ് ഈ മദർ ഓഫ് ജോർജിയ എന്ന് പറയുന്ന സ്റ്റാച്യു ഉള്ളത്. ഇതൊരു മോണിമെൻ്റലാണ്. തിബിലിസി നഗരത്തെ നോക്കി നിൽക്കുന്ന ഒരു പരമ്പരാഗത ജോർജിയൻ വനിതയുടെ പ്രതിമയാണ് മദർ ഓഫ് ജോർജിയ എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ സ്വീകരിക്കുന്നതിന് ഇടത് കൈയിൽ വീഞ്ഞു പാത്രവും ശത്രുക്കളെ തുരത്തുന്നതിന് വേണ്ടി വലതു കൈയിൽ വാളുമേന്തി നിൽക്കുന്ന ഈ പ്രതിമ നിർമ്മിച്ചത് 1958 തടിയിലാണ് ഇതാദ്യം നിർമ്മിച്ചത്. എന്നാൽ പ്രകൃതിയിൽ നിന്നും ഇതിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി 1963 അലൂമിനിയം ഷീറ്റ് കൊണ്ട് ഇതിനെ പൂർണ്ണമായി പൊതിഞ്ഞു. അതിനുശേഷം 1997 വീണ്ടും ഇതിനെ പുതുക്കി പണിഞ്ഞ് കാണുന്ന ഒരു പുതിയ വേർഷനാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്ന കുന്നിൻ്റെ പുറകുവശത്തായിട്ട് ഒരു അഗാധമായ ഒരു ഗർത്തം പോലെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ പടവുകൾ ഇറങ്ങി താഴോട്ട് പോയാൽ നമുക്ക് പൂന്തോട്ടവും അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് ഏരിയയും ഒക്കെയാണ് അവിടെ ഉള്ളത്. നല്ല പൂക്കളും ചെടികളും ഒക്കെയുണ്ട്. ആരോഗ്യമുള്ളവർക്ക് താഴെ ഇറങ്ങിപ്പോകാൻ, തിരിച്ച് കയറി വരാൻ കുറച്ച് പ്രയാസമായിരിക്കും. കയറി വരുന്നവരുടെ മുഖമൊക്കെ കണ്ടാൽ നമുക്കത് നന്നായി മനസ്സിലാക്കാൻ പറ്റും. നല്ല കാണാൻ വളരെ ചേലുള്ള ഭംഗിയുള്ള സ്ഥലം. ഈ കുന്നിൻമുകളിൽ നിന്നുകൊണ്ട് നമ്മളെ നഗരത്തെ നന്നായി കാണാൻ സാധിക്കും. നഗരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും നമുക്കിവിടെ നിന്നിട്ട് കാണാനായിട്ട് പറ്റും. ഈ പൂക്കളുടെ ഇടയിൽ കൂടെ നഗരത്തെ നോക്കി കാണുമ്പോൾ നമ്മൾ ആ താഴെ കാണുന്നതാണ് പീസ് ബ്രിഡ്ജ്. ഈ നദിക്ക് കുറുകെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു പീസ് ബ്രിഡ്ജാണ്. ഇത് കാണാൻ നമ്മൾ അടുത്തത് പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളൊക്കെ നമുക്ക് നിങ്ങളേക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന സന്ദർശകർ വാഹനമൊക്കെ എടുത്ത് വാടകയ്ക്ക്, അത് റെൻറ്റിനെടുത്ത് ഓടിക്കുന്നവരുണ്ട്. ഞാനും ഇപ്പം വാഹനം റെൻറ്റിനെടുത്തേക്കാണ്. പക്ഷേ ഇവിടുത്തെ ട്രാഫിക് റൂളൊക്കെ പഠിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഈ കാണുന്നത് പോലെയാണ് റോഡൊക്കെ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഹോളി ട്രിനിറ്റി ചർച്ച് വളരെ വ്യക്തമായി കാണാൻ പറ്റും. നഗരത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നായാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചർച്ചാണ് ഹോളി ട്രിനിറ്റി ചർച്ച്. ഈ ചർച്ചിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇതൊരു വലിയ ആകർഷകമായ ഒരു പള്ളിയാണ് തിബിലിസിയിലെ. ഇത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ഒരുപക്ഷെ അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് ഞാൻ പറയാം. ഇത്തരത്തിലൊക്കെയുള്ള സുവനീറുകൾ നമ്മളുടെ യാത്രയുടെ ഓർമ്മയ്ക്കായി വാങ്ങിച്ച് സൂക്ഷിക്കാൻ പറ്റും. ഞാനും ഇത് ജോർജിയ എന്ന് എഴുതിയിട്ടുള്ള ഒരു സുവനീർ വാങ്ങിച്ചു. 10 ലാറി എന്തോ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് നേരെ വന്നത് കേബിൾ കാർ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ ഒരു കേബിൾ കാർ യാത്ര നടത്താം. തിബിലിസിയിൽ വരുന്നവരെല്ലാം തന്നെ നിർബന്ധമായും മസ്റ്റായിട്ട് യാത്ര ചെയ്യേണ്ട ഒരിടമാണ് കേബിൾ കാർ. ഈ കേബിൾ കാർ കയറി പോകുന്നത് വീണ്ടും ഒരു മലയുടെ മുകളിലേക്കാണ്. അവിടെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ ചെന്നിട്ട് നമ്മൾ മദർ ഓഫ് ജോർജിയയുടെ സ്ഥലത്ത് നിന്ന് കണ്ടതുപോലെ തന്നെ എതിർഭാഗത്തുള്ള വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. ഉയരത്തിൽ നിന്നുകൊണ്ട് നഗരത്തെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകതയാണുള്ളത്. ഞങ്ങളെന്തായാലും ആ കേബിൾ കാറിൽ കയറി യാത്ര ആരംഭിച്ചു. കേബിൾ കാറിൽ ഇരുന്നുകൊണ്ട് നഗരത്തെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. എല്ലാം നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി നേരെ ആ പാർക്കിലേക്ക് ഇറങ്ങി. ഈ പാർക്കിൻ്റെ പേര് ടെസ്റ്റിസ്മിൻഡ പാർക്ക് എന്നാണ്. അത് എഴുതി വെച്ചേക്കുന്നതിൻ്റെ മുന്നിലൊരു എം ഉണ്ട്. ആ എം സൈലൻ്റ് ആണെന്നാണ് എൻ്റെ കൂടെ വന്ന കുട്ടികൾ എനിക്ക് പറഞ്ഞു തന്നത്. ഏതായാലും ഞങ്ങൾ അവിടെ എത്തി. ഇതിൻ്റെ മറുഭാഗത്ത് നമുക്ക് ട്രെയിൻ വഴി, അതായത് കുന്ന് കയറി വരുന്ന ട്രെയിൻ ഉണ്ടല്ലോ, ആ ട്രെയിൻ വഴിയും നമുക്ക് ഇതേ സ്ഥലത്തെത്താം. ഇത് കഴിഞ്ഞ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ നേരെ കേബിൾ കാർ ഇറങ്ങി നടന്ന് മേലേക്ക് കയറുമ്പോൾ കാണുന്ന ഈ ഒരു ടവറാണ്. ഇതും നമ്മൾ തിബിലിസി നഗരത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഒരു ടവറാണ്. ഇത് ടെലിവിഷൻ്റെ ആണോ അതോ മറ്റേ നെറ്റ്വർക്കാണോ എന്താണെന്ന് അറിയാൻ പാടില്ല. ഏതായാലും ഒരു ഭീമാകാരനായ ഒരു ടവറാണ്. ഈ കുന്നിൻമുകളിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ അവിടെയായിട്ട് നമുക്ക് ഈ തിബിലിസിയുടെ ഒരു സ്റ്റേഡിയം കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പതിവ് പോലെ അവിടെ നിന്ന് കണ്ട സെയിം കാഴ്ചകളൊക്കെയാണ്. അത് കൂടുതൽ കാണിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞങ്ങൾ നേരെ നടന്നെത്തിയത് ഇവിടെ ഒരു ജൈൻ വീലുണ്ട്. അപ്പോൾ അതിനകത്തൊന്ന് കയറാമെന്ന് കരുതിയിട്ടാണ്. അതിൽ കയറി നഗരത്തെ മുകളിലിരുന്ന് ഒന്നുകൂടെ ഒന്ന് കറങ്ങിക്കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നതാണ്. ഇവിടെ ഈ പാർക്കിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ്. നമ്മൾ കേബിൾ കാറിലോ
അതുപോലെ തന്നെ ട്രെയിനിലൊക്കെ കയറി വേണം ഇവിടെ എത്താനായിട്ട്. അണ്ടർവീൽ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് നടത്തുന്നത്. ഇവിടെ ഇതിനകത്ത് പ്രവേശിക്കുന്നതിന് 12 ജോർജിയൻ ലാറിയാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക്, ഇന്ത്യക്കാരായ സ്റ്റുഡൻസിന്, മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഡിസ്കൗണ്ട് ഉണ്ട്. അവർക്ക് കുറച്ച് പൈസ ഇതിലും കുറച്ച് കൊടുത്താൽ മതി. എനിക്ക് തോന്നുന്നത് 3 അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഒരു റേറ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ഞങ്ങൾ അതിലൊന്ന് കയറി നഗരത്തെ മൊത്തത്തിലൊന്ന് കണ്ടു. അങ്ങനെ ജയൻറ്റ് വീലിൽ കയറി നഗരത്തെ മൊത്തത്തിൽ ഉയരത്തിലൊക്കെ ഇരുന്നൊന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് താഴേക്ക് പോവുകയാണ്. കേബിൾ കാറിൽ കയറി താഴേക്ക് പോകുന്നു. ഇനി ഇവിടെ നിന്ന് പോയിട്ട് ആ ഒരു ട്രെയിനിൽ ഒന്ന് കയറി ഇതേ സ്ഥലത്ത് തന്നെ വന്നിറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി തിരിച്ചു വരുമ്പോൾ ഈ ദൃശ്യങ്ങളൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല. ആ ട്രെയിനിനകത്ത് കയറുന്ന ആ ഒരു എക്സ്പീരിയൻസ്, ട്രെയിൻ ഇങ്ങനെ കുത്തനെ വലിച്ചാണ് മുകളിലോട്ട് കയറി വരുന്നത്. അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതാണ് ആ ട്രെയിൻ കയറുന്ന സ്റ്റേഷൻ. ഈ സ്റ്റേഷനകത്ത് കയറി ടിക്കറ്റ് എടുക്കണം. അവിടെയും ഇതുപോലെ 12 ലാറിയാണ് ഇതിൻ്റെ ഫീസ് ഒരാളിന്. അങ്ങനെ ഞങ്ങൾ ഈ കാണുന്നതാണ്. ഈ ട്രെയിനിൽ കയറിയിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകേണ്ടത്. ഇതിൽ കയറി മുകളിലേക്ക് നീങ്ങി തുടങ്ങി. അതിലിരുന്നത് കൊണ്ട് നമുക്ക് നഗരത്തെ ഇങ്ങനെ കാണാൻ സാധിക്കും. പതുക്കെ മുകളിലോട്ട് കയറിയതുണ്ടല്ലേ. ഈ റെയിലിനകത്തൂടാണ് ഇത് ഓടി കയറുന്നത്. അത്യാവശ്യം നല്ല കുത്തനെയുള്ള കയറ്റമാണ്. ഇതിന് ചുറ്റും ഈ പറഞ്ഞതുപോലെ ആ ഒരു നല്ല ചുവന്ന പൂക്കളുള്ള മരങ്ങൾ എവിടെയും കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം സ്പീഡിലാണ് ഇത് മുകളിലോട്ട് കയറി പോകുന്നത്. നല്ല തണുപ്പുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. ഇതിൻ്റെ മുകളിൽ പോയി അധിക നേരം ഞങ്ങൾക്ക് നിൽക്കാൻ സാധിച്ചില്ല. പെട്ടെന്ന് പോയി ജസ്റ്റ് അവിടെ നിന്ന് ലാൻഡ് ചെയ്തു. അതിൻ്റെ അരികിൽ പോയി ആ വ്യൂ പോയിൻറ്റിൽ പോയി നിന്ന് ഒന്ന് താഴേക്ക് നോക്കി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. സുഹൃത്തുക്കളെ, ജോർജിയ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 1-2 ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ജോർജിയ സന്ദർശിച്ചത് 2025 ഏപ്രിൽ 9 മുതൽ 14 വരെയാണ്. ഈ 5 ദിവസങ്ങളിൽ ഞാൻ പകർത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാലത്ത് കണ്ട ദൃശ്യങ്ങളായിരിക്കണമെന്നില്ല നിങ്ങൾ മറ്റൊരു സമയത്ത് വരുമ്പോൾ. ഇവിടെ ജോർജിയയിൽ 3 സീസണുകൾ ഉണ്ട്. അതായത് ഓട്ടം, വിൻ്റർ, സമ്മർ എന്ന് പറയുന്ന 3 സീസണാണ്. അപ്പോൾ ഏപ്രിൽ മാസത്തിലാണ് ഞാൻ വന്നേക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ 9 മുതൽ 14 വരെയുള്ള നമ്മുടെ ഓശാന ഞായറുമൊക്കെ ആ ഒരു ദിവസത്തിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് വരുന്ന കാഴ്ചകളായിരിക്കത്തില്ല നിങ്ങൾ സന്ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചകൾ. വ്യത്യാസം ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ വിസ നടപടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തുനിന്ന് വരുന്ന ഓരോ ആൾക്കാരുടെയും ഏത് രാജ്യമാണോ അതിനൊക്കെ ആശ്രയിച്ചായിരിക്കും. അത് നിങ്ങൾ യൂട്യൂബിലോ മറ്റൊക്കെ നോക്കി മനസ്സിലാക്കുക. മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നവർക്ക് അവിടുത്തെ റെസിഡൻസ് ഐ ഡി, അതായത് അവർ ജോലി ചെയ്യുന്ന രാജ്യത്തെ, ഉദാഹരണത്തിന് സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് എന്നൊക്കെയുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന അവിടുത്തെ റെസിഡൻസ് ഐ ഡി മതി. ആ ഐ ഡി നിങ്ങൾ ഒരു ഒഫീഷ്യൽ ട്രാൻസ്ലേഷൻ ഓഫീസിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കയ്യിൽ വയ്ക്കുക. പിന്നെ അവിടെ ജോർജിയയിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ഹോട്ടൽ ബുക്കിംഗ്, റിട്ടേൺ ടിക്കറ്റ്, ഒരു ക്യാഷായിട്ട് നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ വേണം, $1000 വേണമെന്നാണ് അവർ പറയുന്നത്. അതവർ ചോദിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു, ഞാൻ കാണിച്ചു, എണ്ണിയൊന്നും നോക്കിയില്ല. ഇത്തരം കാര്യങ്ങളാണ് വിസയ്ക്ക് വേണ്ടുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് അവിടുത്തെ വിസ പോളിസി നോക്കി നിങ്ങൾ വരിക. ഇതാണ് എനിക്ക് പാസ് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ്. ഇവിടെ വന്ന് വാഹനം എന്തെങ്കിലും വാടകയ്ക്ക് എടുത്ത് നിങ്ങൾക്ക് ഓടിക്കണമെന്നുണ്ടെന്ന് വരില്ല. ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കയ്യിൽ വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളടുത്ത് പോകുന്നത് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ കാണാനായിട്ടാണ്. നമ്മളിപ്പോൾ ഈ വലതുവശത്തായിട്ട് കാണുന്നതാണ് ഇവിടെ ജോർജിയയിലെ പാർലമെൻറ്റ് മന്ദിരമാണ് നിങ്ങളീ കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ എന്ന് പറയുന്നിട്ടുള്ള ഒരു മോണിമെൻ്റൽ കാണാനായിട്ടാണ്. ജോർജിയയുടെ തലസ്ഥാനമായ ടിബിലിസിയുടെ പ്രാന്തപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്മാരകമാണ് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ.
പുരാതന ചരിത്രത്തെ ആധുനികമായ ആർക്കിടെക്ചറിൽ നിർമ്മിച്ചെടുത്തേക്കുന്ന ഒരു മോണിമെൻ്റലാണിത്. 16 വമ്പൻ തൂണുകളിൽ ഏകദേശം 100 മീറ്ററിലധികം ഉയരത്തിലാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. ഇതും ഇരിക്കുന്നത് ഒരു കുന്നിൻ മുകളിലാണ്. ഇതിൻ്റെ പിൻവശത്തായിട്ട് തിബിലിസി സീ കാണാൻ പറ്റും. തിബിലിസി സീ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളതൊരു കടലാണെന്നൊന്നും വിചാരിക്കരുത്. അത് തിബിലിസിക്കാരുടെ, ജോർജിയക്കാരുടെ സീ അതാണ്. അവിടെ കടലില്ലല്ലോ. അപ്പോൾ അതൊരു ശരിക്കും ഒരു തടാകമാണ്. നമ്മുടെ ശുദ്ധജല തടാകം പോലെ, ശാസ്താംകോട്ട ശുദ്ധജല തടാകം പോലെ ഒരു തടാകമാണ്. അതിൻ്റെ തീരത്തായിട്ട് അതിൻ്റെ മുകളിലൊരു കുന്നുണ്ട്. ആ കുന്നിലാണ് ഈ മോണിമെൻ്റൽ ഇരിക്കുന്നത്. ഇത് 2 തട്ടുകളിലായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അതിലെ മുകളിലത്തെ തട്ടിൽ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരുടെയും അതുപോലെ തന്നെ ഭരണകർത്താക്കളുടെയൊക്കെ ഫോട്ടോകളാണ് പതിപ്പിച്ചേക്കുന്നത്. താഴെ 2ാമത്തെ ഭാഗത്ത് യേശുക്രിസ്തുവിൻ്റെ ത്യാഗപൂർണമായ ജീവിതം പ്രതിഫലിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രങ്ങളാണ് അവിടെയുള്ളത്. യേശുവിൻ്റെ അവസാനത്തെ അത്താഴം, അതുപോലെ തന്നെ കുരിശുമരണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചേക്കുന്നത്. അവിടെ പോകുമ്പോഴും നല്ല തണുപ്പ്, അതുകൊണ്ട് അധിക സമയം നിൽക്കാൻ പറ്റിയില്ല. കാലാവസ്ഥ അത്ര അനുകൂലമായിരുന്നില്ല. ചെറിയ മഴയും ഉണ്ടായിരുന്നു, തണുപ്പും ഉണ്ടായിരുന്നു. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കണ്ടതുപോലെ തന്നെ ഈ നഗരം നമുക്കിങ്ങനെ കാണാമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, തിബിലിസി നഗരം നിൽക്കുന്നത് ഒരു താഴ്വാരത്താണ്, ചുറ്റിനും മലകളാണ്. അപ്പോൾ ഈ മലകൾക്ക് മുകളിലിരിക്കുന്ന കാഴ്ചകൾ അവിടെ പോയി നിൽക്കുമ്പോൾ കാണുന്നത് ഈ നഗരത്തെയാണ് വീണ്ടും വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഞങ്ങൾ കുന്നിറങ്ങിയിട്ട് ഇവർ പറയുന്ന സീ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി. ആ തടാകക്കരയിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ കാണുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മളാ പറഞ്ഞ സീ, അതായത് തിബിലിസി സീ എന്ന് പറയുന്ന ഇതാണ്. സീ അല്ല, ഇതൊരു തടാകമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശാസ്താംകോട്ട ശുദ്ധജല തടാകം പോലെ ഒരു തടാകം. അപ്പോൾ ഇതിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് ഈ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയുടെ ആ മോണിമെൻ്റിൽ ഇവിടെ താഴെ നിന്നുകൊണ്ട് കാണാം. അത് കുറച്ച് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ക്രോണിക്കിൾ ഓഫ് ജോർജിയ സോവിയറ്റ് യൂണിയൻ്റെ കാലത്താണ് ഇത് നിർമ്മാണം ആരംഭിച്ചത്. 1985 നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇപ്പോഴും ഇത് അപൂർണമാണ്. ഇത് പൂർത്തീകരിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ ബാക്കി എന്തൊക്കെയാണ്, ഇതിൻ്റെ ഷേപ്പ് ഇനി പൂർത്തീകരിച്ചാൽ എങ്ങനെ വരും എന്നൊക്കെ ഉള്ളത് ഇതിൻ്റെ ആർക്കിടെക്ചറിന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത്രയും പൂർത്തീകരിച്ച കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹോളി ട്രിനിറ്റി ചർച്ചാണ്, ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ. ഈ കാണുന്നതാണ് ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ. അതായത് ജോർജിയൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രധാനപ്പെട്ട ആരാധനാലയമാണ് ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ. 1995 നിർമ്മാണം ആരംഭിച്ച് 2004 പൂർത്തീകരിച്ചു. ഈ ചർച്ചിന് 87 മീറ്റർ ഉയരമുണ്ട്. വലിപ്പത്തിൽ ലോകത്തിലെ തന്നെ മുൻനിര ചർച്ചുകളിൽ ഒന്നാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് വെറും ഒരു ആരാധനാലയം മാത്രമല്ല, ഇവിടെ മതപരമായും സാംസ്കാരികപരമായിട്ടുള്ള ഒരുപാട് സംഗമങ്ങൾ നടക്കുന്ന ഒരു ഇടം കൂടിയാണ് ഈ ഹോളി ട്രിനിറ്റി ചർച്ച്. തിബിലിസിയുടെ മറ്റൊരു ആകർഷണമാണ് നമ്മൾ ഈ കാണുന്ന പീസ് ബ്രിഡ്ജ്.
ഖുറാ നദിക്ക് കുറുകെ ഇറ്റാലിയൻ ആർക്കിടെക്ചർ മിഖായൽ ലൂച്ചി രൂപകൽപ്പന ചെയ്ത ഈ പീസ് ബ്രിഡ്ജ് ഇരുമ്പും ഗ്ലാസും ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. കാണാൻ സുന്ദരമായ ഒരു രൂപകൽപ്പനയാണിത്. ഖുറാ നദിക്ക് കുറുകെ 156 മീറ്റർ നീളത്തിൽ, അതായത് ഓൾഡ് തിബിലിസിയെയും ഇപ്പുറത്തെ കരയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു പാലമാണിത്. ഇതിനെ ഒരു സമാധാനത്തിൻ്റെ ചിഹ്നമായിട്ട് കൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾ കാണുന്നത്. രാത്രിയിൽ ഇത് ഏതാണ്ട് 10,000-ലധികം LED ബൾബ് കൊണ്ട് ഇത് അലങ്കരിച്ച് അതിങ്ങനെ പ്രകാശം ചൊരിഞ്ഞ് നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ്. പീസ് ബ്രിഡ്ജിൽ കുറേയധികം ആൾക്കാർ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ റീലെടുക്കുന്നു, ഇതിനിടയ്ക്ക് കുറച്ച് ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ പോലും അത്യാവശ്യം തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നദിയിലെ വെള്ളമൊക്കെ കലങ്ങിക്കിടക്കുന്നു. ബോട്ട് സവാരി ചെറിയ രീതിയിലൊക്കെ നടക്കുന്നുണ്ട്. അധികമൊന്നും ആൾക്കാർ ബോട്ടിലേക്ക് പോകുന്നില്ല. പലരും ബോട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ സഞ്ചാരികൾക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പീസ് ബ്രിഡ്ജെല്ലാം കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയാണ്. എൻ്റെ കൂടെയുള്ള കുട്ടികൾ പറഞ്ഞു, ഇവിടെ വിശേഷപ്പെട്ട ഒരു ഐസ്ക്രീമുണ്ട്, അത് കഴിക്കാതെ പോകുന്നത് ശരിയല്ല, അപ്പം നമുക്കത് കഴിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ആ ഒരു കടയിലേക്ക് പോകുന്ന വഴികളാണ് നിങ്ങൾ ഈ കാണുന്നത്. എവിടെയും ഉള്ള സ്ഥലങ്ങളൊക്കെ വളരെ വൃത്തിയിലും വെടുപ്പിലും ആണ് ജോർജിയൻ ഗവൺമെൻറ് ഇതിനെ സൂക്ഷിക്കുന്നത്. നമ്മൾ ഈ കയറി പോകുന്ന പടവുകൾക്ക് ചുറ്റിനും കാണുന്ന മനോഹരമായ ചെടികളാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ആ കടയുടെ മുന്നിലെത്തി. കടയുടെ മുന്നിൽ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ ക്യൂ നിന്ന് ഞങ്ങൾ അകത്തേക്ക് കയറി. ഒരു ചെറിയ കടയാണ്. ആ കടയ്ക്കുള്ളിൽ കയറിയപ്പോൾ തന്നെ ഈ സിനമണിൻ്റെ ഒരു ഗന്ധം നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്, കറുവാപ്പട്ടയുടെ. അപ്പോൾ ഈ കറുവാപ്പട്ട ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ശരിക്കും ഈ ഐസ്ക്രീമിൻ്റെ ഒരു പ്രത്യേകത അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുണ്ടാക്കുന്ന ആ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ആ കോൺ, നമ്മളൊക്കെ റെഡിമെയ്ഡ് കോണിലാണല്ലോ ഐസ്ക്രീം വരുന്നത്. ഇവർ ആ കോണ് ആ കടയിൽ ഉണ്ടാക്കുകയാണത്. അതൊരു പ്രത്യേകം മൈദാമാവിൽ കുഴച്ച് അതിനകത്ത് പഞ്ചസാര ചേർത്ത് സിനമണിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് അതൊരു ഓവനകത്ത് വെച്ച് ഇങ്ങനെ കറക്കി അത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചു. പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. സുഹൃത്തുക്കളെ, തിബിലിസിൻ യാത്രയുടെ ഒരു ആദ്യത്തെ എപ്പിസോഡാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാൻ വലിയ സഞ്ചാരിയൊന്നുമല്ല, അതുപോലെ തന്നെ വലിയ ഈ പറഞ്ഞ പോലെ വ്ളോഗ് ചെയ്ത് ശീലമൊന്നുമുള്ള ആളല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഡോക്യുമെൻ്ററി സ്റ്റൈലിലാണ് ചെയ്യുന്നത്. എനിക്ക് നല്ല ദൃശ്യങ്ങൾ പകർത്താൻ വലിയ ഇഷ്ടമാണ്. അങ്ങനെ പകർത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളത്തെ നമ്മുടെ യാത്ര ഈ രണ്ടാമത്തെ ഒരു എപ്പിസോഡായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് തിബിലിസിയിൽ നിന്ന് ഒരു 100-150 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗുദൈവരി കുന്ന്, അതായത് ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല നമ്മൾ ഡ്രൈവ് എടുക്കുമ്പോൾ കിട്ടുന്ന വളരെ ആകർഷകമായ, കണ്ണിന് കുളിർമ നൽകുന്ന പ്രദേശങ്ങളൊക്കെ കണ്ടു പോകാൻ പറ്റുന്ന ഒരു യാത്രയാണ്. അവിടെ കാണുന്ന കാഴ്ചകൾ പരമാവധി എന്നാൽ കഴിയുന്നത് ഞാൻ പകർത്തി നിങ്ങളെ കാണിച്ചു തരാം. ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. നന്ദി, നമസ്കാരം.